ഒരു പ്രത്യേക തരം ചുമ കാരണം വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല എന്നേ. വീഡിയോയിൽ രണ്ടക്ഷരം പറയുമ്പോഴത്തേക്കും ചുമ അങ്ങോട്ട് തുടങ്ങും. പിന്നെ ഒരു അരമണിക്കൂർ നേരം കഴിഞ്ഞ് നിർത്താൻ പറ്റും. അതിൻ്റെ ഇടയിൽ ശ്വാസം കിട്ടിയിട്ട് വേണ്ടേ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കാൻ. ഇത് വീട്ടിൽ പോകുന്ന നേരത്ത് എടുത്തൊരു വീഡിയോ ആണേ. അങ്ങനെ 3 ആഴ്ചക്കെങ്ങാണ്ട് ശേഷമാണ് ഞാൻ വീട്ടിൽ പോണത്. പുറത്ത് പച്ചപ്പും ഹരിതാപയൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും കാണണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഷട്ടർ ഇട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ ആലോചിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് മനുഷ്യന്മാരെ കുറിച്ച് എനിക്ക് ചിന്തിച്ച് കൂട്ടാനുണ്ട്. അവരെന്താ ഇങ്ങനെ, അവരെന്തിനാ ആൾക്കാരെ പ്ലീസ് ചെയ്യണേ, അവരെന്തിനാ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, കുറച്ചും കൂടെ മനുഷ്യത്വത്തോടു കൂടി ബിഹേവ് ചെയ്തുകൂടെ, സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചുകൂടെ. അങ്ങനെ എനിക്ക് 100 കൂട്ട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടായിരുന്നു. അങ്ങനെ മൂന്നാർ എത്തിയപ്പോൾ ചിന്തകൾക്ക് ബ്രേക്ക് നൽകിക്കൊണ്ട് ഒരു ഇഡ്ഡലിയും ഒരു ചായയും കഴിച്ച് വീണ്ടും ഞാൻ ചിന്തിച്ചു തുടങ്ങിയേ. കുറച്ച് നാളായിട്ട് എനിക്ക് ചിന്തിക്കാൻ സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലിട്ട്, വള്ളികളിൽ നിന്ന് വള്ളികളിലോട്ട് ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് ചെറുതായിട്ട് തലപൊക്കാൻ പറ്റിയില്ലെങ്കിലും കണ്ണൊന്ന് തുറന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് പറ്റിയത് കേട്ടോ. പിന്നെ ഒരു കാര്യം പറഞ്ഞില്ലല്ലോ, വാലന്റൈൻസ് ഡേയുടെ രാവിലെ ആട്ടോ ഞാൻ വീട്ടിലോട്ട് പോണത്. നേരത്തെ പറഞ്ഞ പോലെ 3 ആഴ്ച എങ്ങാണ്ട് ആയി വീട്ടിൽ പോയിട്ട്. പക്ഷെ ഇങ്ങനെ പോകുന്ന നേരത്തെ അടിവയറ്റിൽ ഒരു തരം കുളിർമ വരും. അതെനിക്ക് തുമ്പിനെയും കുഞ്ഞുമുത്തിനെയും കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്. വാലന്റൈൻസ് ഡേ അടിവയറ്റിൽ കുളിർമ എന്നൊക്കെ പറയുമ്പോൾ വേറൊന്നുമല്ല, പിള്ളേരെ കാണാൻ വേണ്ടിയിട്ടാണ്. കുറേ നാളായി തുമ്പിയാണെങ്കിൽ വായോ തുമ്പിയമ്മേ എന്നൊക്കെ പറഞ്ഞുള്ള മെസ്സേജ് അയക്കലായിരുന്നു. അങ്ങനെ ചിന്തിച്ച് കൂട്ടി ബസ് മാറി കയറി ഇറങ്ങിയിട്ട് ഇപ്പം എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ മുഖം ഇടയ്ക്കൊക്കെ കാണിച്ചിരിക്കണമല്ലോ. പിന്നെ എന്നെ പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ മാത്രമല്ലേ ബാക്കിയുള്ളൂ. അങ്ങനെ ദേ നേരിമംഗലം പാലം എത്തിയിട്ടോ. എല്ലാവരും പറയണ പോലെ എനിക്കും ഈ നേരിമംഗലം പാലം കാണുമ്പോൾ ഒരാശ്വാസമുണ്ട്. കാരണം ഈ നേരിമംഗലം പാലം കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ യാത്ര ചെയ്താൽ പെട്ടെന്ന് നമുക്ക് വീട്ടിലെത്താലോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രൗഢി, അതിനെക്കുറിച്ചൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ തനിച്ച് നേരിമംഗലം പാലത്തെ പുകഴ്ത്തി പറയാട്ടോ. ഇന്നിത്തിരി ലോങ് ആയിട്ടുള്ള വീഡിയോ ആണ്. ശ്രീകൃഷ്ണ ബസ് അതിലാണെങ്കിൽ തൊടുപുഴ കണ്ണാന്ന് എഴുതിയേക്കണ കണ്ടപ്പോൾ വീണ്ടും സമാധാനം, അയ്യോ വീടെത്താറായി. അങ്ങനെ ദേ വീടെത്തിയപ്പോൾ ദാ ഈ ചെറിയ കുരിപ്പ് എന്നെ കണ്ട ഉടനെ പറയുക കേട്ടോ, അതെന്തടേ എന്താലേ കാലം പോയൊരു പോക്കേ. അങ്ങനെ ഞാൻ എൻ്റെ ചെറുതിനോടും ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വലതിനോട് ദേ കുഞ്ഞുമുത്തിനോടും ചോദിച്ചു, നിനക്ക് ആ ഡേ ഒന്നും ഇല്ലേന്ന്. കുഞ്ഞുമുത്ത് ഞാൻ ആ ടൈപ്പല്ല എന്നങ്ങോട്ട് തിരിച്ചു പറഞ്ഞേ. പിന്നെ നമ്മൾ പൊതിച്ചോറ് വാങ്ങിക്കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏതാണ്ടൊക്കെ കറിയുണ്ട്. ഞാൻ കഴിക്കുന്നതിന് മുമ്പേ ഒരാളിരുന്ന് കഴിക്കുന്നു. അപ്പോൾ ബൈ ഫ്രം വശവിയോ.